ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 1 to 5 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാൻ പറ്റുന്ന ഒരു ഈസി ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള ഒരു ചട്ട എടുത്ത് അതിൽ ഇതുപോലെ ഇങ്ങനെ 2 സർക്കിൾ വരച്ചു കൊടുക്കണം. ഒരു വലിയ സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സർക്കിൾ എന്നുള്ള രീതിയിൽ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കറിൻ്റെ ആ ഒരു റിങ് എടുത്തിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. പുറത്തെ വട്ടവും അതുപോലെ ഉള്ളിലത്തെ വട്ടവും. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സർക്കിള് ഇതുപോലെ ഒരു കളർ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ യെല്ലോ കളർ പേപ്പർ വെച്ചിട്ടാണ് ആ സർക്കിൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി മറ്റൊരു ചട്ടയിൽ നമ്മൾ ആ ഒരു ഉള്ളിൽ വരച്ചിട്ടുള്ള വട്ടത്തിൻ്റെ അളവിൽ ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്നും നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഷേപ്പിൽ 2 ലൈൻസ് ഇട്ട് കൊടുത്ത് യോജിപ്പിച്ചെടുക്കണം. ആ ഒരു ഷേപ്പും നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 5 സർക്കിളും 5 ആ ഒരു ഷേപ്പും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1 to 5 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓരോന്നും ചെയ്യാൻ വേണ്ടിയിട്ടാണ് 5 നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഈ ഒരു ഷേപ്പ് ആ സർക്കിളിന് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കറക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ടേബിൾ വീല് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ സർക്കിളും താഴത്തോട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് ഒരു ഷേപ്പ് കട്ട് ചെയ്തിട്ടില്ലേ, ആ ഷേപ്പിൽ 2 ബോക്സുകൾ പോലെ ഇങ്ങനെ കള്ളികൾ നമ്മൾ വരച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒന്ന് നമ്മൾ സർക്കിളിൻ്റെ ഉൾഭാഗത്തേക്കായിട്ടും നമ്മൾ വീഡിയോ കാണിച്ചിട്ടുള്ളത് പോലെ 2 ബോക്സുകൾ ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. ഒത്തിരി വലിയതാവണ്ട, ആ ഒരു കാണിച്ചിട്ടുള്ള അളവിന് തന്നെ വരച്ചു കൊടുത്താൽ മതി. ആ ഒരു രീതിയിൽ തന്നെ വരച്ചു കൊടുത്താൽ മതി. അങ്ങനെ 2 ബോക്സ് പോലെ നമ്മൾ വരച്ചെടുത്തതിന് ശേഷം ആ കള്ളികൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ അമ്മമാരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാം കേട്ടോ. അല്ലാതെ തന്നെ കൈയൊന്നും മുറിയാനായിട്ട് നിൽക്കണ്ട. ബ്ലേഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ക്ലിയറായിട്ട്. അപ്പോൾ ആ 2 കള്ളി നമ്മൾ കട്ട് ചെയ്തെടുത്തു. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമുക്കത് കിട്ടുക. ഇനി ഇതിങ്ങനെ വെക്കുമ്പോൾ ഇതുപോലെ വരണം. കറക്റ്റ് നമ്മൾ ആ ഒരു സർക്കിളിൻ്റെ മീതെ ഈ ഒരു ഷേപ്പ് വെക്കുന്ന സമയത്ത് ആ സർക്കിളിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് തന്നെ ആ 2 കള്ളികളും വരുന്ന വിധത്തിൽ വേണം നമ്മളത് വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ സർക്കിളിലും അതുപോലെ ആ ഒരു ഷേപ്പിലും കറക്റ്റ് അതിൻ്റെ മീതെ വെച്ചിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് സെൻറ്ററിലാക്കിയിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഹോൾ ഇട്ടതിന് ശേഷം നമ്മൾ ആ യെല്ലോ സർക്കിളില്ലേ, ആ സർക്കിളിലെ 1 to 10 വരെ അങ്ങനെ ഓരോ കള്ളികൾ വരച്ചിട്ട് 1 to 10 വരെ എഴുതി. അതുപോലെ ഉള്ളിലത്തെ കള്ളികളിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 1ൻ്റെ ടേബിൾ ആണെന്നുണ്ടെങ്കിൽ 1 into 1 അതിൻ്റെ ആൻസർ ഉള്ളിലത്തെ കള്ളിയിൽ, ചെറിയ വട്ടത്തിൻ്റെ ഉള്ളിലത്തെ കള്ളിയിൽ നമ്മൾ എഴുതണം. അങ്ങനെ ആ ഒരു 10 വരെയുള്ളത് 10 into 1 10, ആ ഒരു 10 വരെയുള്ള ആൻസർ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ കള്ളി വെച്ച് എഴുതാം. അതിനുശേഷം നമ്മൾ പൂവൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന കമ്പി ഉണ്ടല്ലോ, ആ കമ്പി എടുത്ത് നടുമടക്കിയിട്ട് കുറച്ച് വലുപ്പത്തിലെടുത്ത് നടുമടക്കി അത് ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ കയറ്റിയിട്ട് ഇതുപോലെ ഇടണം. അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ച് ഇതുപോലെ ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുപോലെ ഇങ്ങനെ നല്ല ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ലൂസ് അല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് ചുറ്റി എടുക്കാം. മുകളിലും താഴെയും നമ്മൾ ഇങ്ങനെ ചുറ്റി വയ്ക്കാൻ പാകത്തിന് അത്രയും നീളത്തിൽ വേണം നമ്മൾ കമ്പി എടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ മുകൾ ഭാഗത്ത് ഈ ഒരു കമ്പി ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് താഴ്ഭാഗത്തും ആ ഒരു കമ്പി നന്നായിട്ട് ചുറ്റി വയ്ക്കാം കേട്ടോ. നല്ല ടൈറ്റായിട്ട് ചുറ്റി വെച്ചാൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് ആ വീല് തിരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 2 സൈഡിലും നമ്മൾ നന്നായി ടൈറ്റായിട്ട് ചുറ്റി വെച്ചു. ഇനി കണ്ടോ, ഇതുപോലെ വേണം നമ്മുടെ ഈ ഒരു വീല് തിരിക്കാനായിട്ട് കേട്ടോ. മുകൾ ഭാഗത്ത് ഇങ്ങനെ പിടിച്ച് ആ ഒരു സെൻറ്ററിലത്തെ സർക്കിളിൽ നിന്ന് നമ്മൾ എക്സ്ട്രാ വെച്ചിട്ടുള്ള ഭാഗമല്ലേ, അവിടെ നിന്ന് ഇങ്ങനെ പതിയെ ഇങ്ങനെ തിരിക്കാൻ ഭാഗത്തിന് വേണം നമ്മൾ ഈ ഒരു വീൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് ആ മുകളിലേക്ക് ആ സർക്കിളിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗത്ത് മുകളിലായിട്ട് ഏത് ടേബിളാണോ എന്നുണ്ടെങ്കിൽ, ഏത് ടേബിളിൻ്റെ വീലാണോ എന്നുണ്ടെങ്കിൽ അത് എഴുതണം. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് ഒരു ഇൻറ്റു കൊടുക്കുക. പിന്നെ ഉള്ളിലത്തെ കള്ളിയിൽ നമ്മൾ ഓൾറെഡി 1 to 10 വരെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ ടേബിളും അതിൻ്റെയും വീല് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ 5 into 4 20 എന്ന് ആ ഉള്ളിലത്തെ കളിയിൽ ആൻസർ വരുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു വീല് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഓരോ ടേബിളും നല്ല വൃത്തിയായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ കുട്ടികൾക്ക് പഠിക്കാൻ ഈസി ആയിരിക്കും.
പിന്നെ കുട്ടികൾക്ക് ഇതുപോലൊക്കെ ഒരു വീല് പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവർക്ക് ഇത് കാണുമ്പോഴും അങ്ങനെ വീല് കറക്കാനുള്ള ഒരു ഇഷ്ടം കൊണ്ടും ഒക്കെ അവർക്ക് ആ ഒരു മെറ്റീരിയൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അവർ പഠിക്കാനും ഇരിക്കും കേട്ടോ നല്ല ഇഷ്ടമായിട്ട്.